ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ കോമഡി കുക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഞാൻ മൂന്നാമത്തെ എപ്പിസോഡും നാലാമത്തെ എപ്പിസോഡും കൂടി ഒരുമിച്ചാണ് കേട്ടോ റിവ്യൂ ചെയ്യുന്നത്. കാരണം നമ്മൾ തലേദിവസം ഇന്നലെ ഇടേണ്ടതായിരുന്നു ഒരു എപ്പിസോഡിൻ്റെ. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ കരുതി രണ്ടും കൂടി ഒരുമിച്ചിടാന്ന്. കാരണം അത് അപ്പോൾ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതങ്ങനെയാണ് ആ ഷോ കൊണ്ടുപോയിരിക്കുന്നത്. കിടിലൻ ഷോയാണ്. ഓരോ ദിവസത്തെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കോമഡി ആകാംക്ഷ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നമുക്ക് ചിരിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, മറ്റുള്ളവരുടെ തമാശകൾ കാണാനായിട്ടും അതൊക്കെ അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ തമാശ കേൾക്കാനോ തമാശ കാണാനോ രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഷോയാണ് കോമഡി കുക്ക്. മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഹൈപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ഷോയുടെ ആങ്കറിനെ കുറിച്ച് പറയുകയാണ് ട്വിങ്കിളാണ്. ഞാൻ ട്വിങ്കിളിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ ഷോയിൽ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പ്രസൻറ്റേഷൻ വൈസ് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി ഈ ട്വിങ്കിളിനോട്. ഇച്ചിരി ഓവറാണെന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും എനിക്കതൊരു ഓവറായിട്ടും തോന്നിയില്ല. ഈ ഒരു ഷോയ്ക്ക് ഇങ്ങനെ ഇത്രയെങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് 2 എപ്പിസോഡ് കഴിഞ്ഞു. സാറ്റർഡേ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞു. അതിൽ രണ്ടിലും എനിക്ക് വെച്ച് നോക്കിയിട്ട് ട്വിങ്കിൾ അമേസിങ്, അടിപൊളി ഒരു പെർഫോമൻസ് ആണ്. പ്രസൻറ്റേഷനാണ്. അതായത് ഒരു ആങ്കർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ട്വിങ്കിൾ കൊടുക്കുന്നത് കണ്ടസ്റ്റൻ്റ് വൈസ് ആണെങ്കിൽ അത്തരത്തിൽ അവരുടെ ഒപ്പം ഇഴുകി ചേർന്ന് ചെയ്യുന്നുണ്ട്. കോമഡി പൂക്കീസിൻ്റെ കൂടെ ആണെങ്കിൽ അവരുടെ ഒപ്പം. അങ്ങനെ അടിപൊളിയാണ് ട്വിങ്കിൾ. എനിക്ക് ട്വിങ്കിളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ പടപടപടാന്ന് പറഞ്ഞു പോയി എല്ലാവരും ആ ഫ്ലോർ മൊത്തം ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്വിങ്കിളിന് സാധിക്കുന്നുണ്ട്. കാരണം ഇവരെയൊക്കെ അറിയാലോ, ഈ പൂക്കീസും കുക്കേഴ്സ് എന്ന് പറയാൻ പാടില്ലെന്ന് എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞു. അപ്പോൾ കുക്കേഴ്സ് എല്ലാം നമ്മുടെ കണ്ടസ്റ്റൻസും കുക്ക് ചെയ്യുന്നവരും പൂക്കീസും തമ്മിലുള്ള ആ ഒരു ക്ലാഷും ആ ഒരു കോമ്പറ്റീഷനും ഇതിൻ്റെ ഇടയിൽ പിടിച്ചു നിന്ന് ആ ഫ്ലോർ മൊത്തത്തിലൊന്ന് കൊണ്ടുപോകാൻ ട്വിങ്കിൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുക്ക് കോമഡിയാണ്, കംപ്ലീറ്റ്ലി കോമഡിയാണ്. രസകരമാണ്. ഓരോരുത്തരുടെ ഇത് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. അവരുടേതായ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് പോവുകയാണ്. കാരണം അത് കാണുമ്പോൾ ആ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ആർക്കും പറഞ്ഞ് പഠിപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല കോമഡി എന്ന് പറയുന്നത്. അതൊക്കെ ഉള്ളീന്ന് വരണം. അങ്ങനെ ഉള്ളീന്ന് വന്ന് വളരെ രസകരമായിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ തുടക്കത്തിൽ ഈ ഷോയിൽ ഇന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് പേരെ പ്രതീക്ഷിച്ചിരുന്നു. അവരിൽ നിന്നൊന്നും അത്രയും പ്രതീക്ഷിച്ച അത്രയും കിട്ടുന്നില്ല കേട്ടോ. ഒന്ന് ജിയോ മച്ചാൻ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ആളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്ത് അത്ര ഉള്ളൊരു ഇതെനിക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ എവിനും കെവിനും നമ്മൾ അവർ കുഞ്ഞിൽ മുതൽ നമ്മുടെ മിനി സ്ക്രീൻ ഏഷ്യാനെറ്റിൽ കണ്ടുവരുന്നവരാണ് നമ്മളവരെ. പക്ഷെ അവരുടെ ഷോ കണ്ടു വന്നിട്ട് ഇതിലവർക്ക് എന്തോ സ്ക്രീൻ സ്പേസ് കിട്ടാത്ത പോലെ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്ര അവരെത്തിയില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട 2 പേരാണ്. പക്ഷേ പ്രതീക്ഷിച്ചത്ര ഈ ഷോയിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നി. പിന്നെ നെവിൻ ഭയങ്കര വെറുപ്പിക്കലാട്ടോ. ഈ ആഴ്ച ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ബിഗ് ബോസിൻ്റെ അടുത്ത് അതേ സ്ട്രാറ്റജി, വെറുതെ എല്ലാവരും ഭരിക്കുക, ഫുഡ് കഴിക്കുക, അത് കുറച്ച് ഓവറാണ്. മാറ്റിപ്പിടി നെവിനെ, പ്ലീസ് മാറ്റിപ്പിടി. ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് കുറച്ച് സീരിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇവരിൽ നിന്നൊക്കെ കുറച്ചൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എക്സ്പെക്റ്റേഷൻ അത്ര എത്തിയില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെ ഷോ തുടങ്ങി പൂക്കീസ് എല്ലാം ഒരുങ്ങി കെട്ടി നിൽക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്. അവർ മാറി നിൽക്കുകയാണ്. ഇവരെ നമ്മൾ സ്ക്രീനിലേക്ക് നമ്മളെ കാണിച്ചു, പക്ഷേ കുക്ക് ചെയ്യുന്നവരെ ഇവരെയൊന്നും കാണിച്ചിട്ടില്ല. അവരെ ഓരോരുത്തരെ 1 by 1 ആയിട്ട് വിളിക്കും. അത് സെലക്ട് ചെയ്യേണ്ടത് ആരാണ്? അവർക്ക് വേണ്ട ഓരോ കുക്ക് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള പൂക്കീസിനെ സെലക്ട് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. അവർ കാണാതെ സെലക്ട് ചെയ്യണം. അത് കഴിയുമ്പോഴാണ് തനിക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നേ എന്നുള്ള ഒരു അത്ഭുതം അവരറിയാൻ പോകുന്നത്. സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ പൂക്കീസിനെ സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഇത് പൂക്കീസ് എല്ലാം തന്നെ അപ്പുറത്തെ ഫ്ലോറിലാണ് ഉള്ളത്. അവർ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇവരെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നു. ഫ്ലോറിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ക്യാരം ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ക്യാരം ബോർഡിൽ അവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോസിൽ ഉള്ള ക്യാരക്ടേഴ്സായിട്ടാണ് ഒരുങ്ങി കെട്ടി എല്ലാ കുക്കീസും നിൽക്കുന്നത്. കുക്ക് ചെയ്യുന്നവർ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരെ എടുക്കുന്നു,
അവർ പറയുന്നത് എനിക്ക് ഇന്നാൾ മതി, നീലി മതി, പിന്നെ ഉണ്ണിയാർച്ചയുണ്ട്, നീലിയുണ്ട്, പിന്നെ വൈശാലി ഉണ്ട്, അങ്ങനെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് കേട്ടോ. സാറ്റർഡേയിലെ എപ്പിസോഡിന് ഒരു തീം ഉണ്ടായിരുന്നു, സാറ്റർഡേ സൺഡേ എപ്പിസോഡിന്, ഈ വീക്കിലെ എപ്പിസോഡ്സിന് ഒരു തീം ഉണ്ടായിരുന്നു, പ്രൈഡ്സ് ഓഫ് കേരള. കഴിഞ്ഞ ആഴ്ച ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞതെങ്കിൽ ഈ വീക്ക് പറഞ്ഞിരിക്കുന്നത് പ്രൈഡ്സ് ഓഫ് കേരള ഫുഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പലരും വെസ്റ്റേൺ സ്റ്റൈലുള്ള ഫുഡൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇവർക്കെന്തോ മനസ്സിലാവാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അത് കേരള സ്റ്റൈൽ ഫുഡ് അറിയാൻ പാടാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ വെറൈറ്റി പിടിച്ചതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഓരോരുത്തരും ഒന്ന് പൂക്കീസിനെ സെലക്ട് ചെയ്യുന്നു. അനുമോളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൂക്കീസ് അല്ല കേട്ടോ, പൂപ്പീസാണ്. അനുമോൾ എൻ്റെ പൂപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തത് അതാണ് കേട്ടോ ട്വിസ്റ്റായി വന്നിരിക്കുന്നത്. പക്ഷേ ഇവരുടെ കോമ്പിനേഷനാണ് അടിപൊളി. കഴിഞ്ഞ ആഴ്ചയും അനുമോളും അശ്വിനും ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഈ ആഴ്ചയും അവർ തന്നെ എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അനുമോളെ വിട്ടിട്ട് അശ്വിൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രണ്ടാളുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. അശ്വിനാണെങ്കിൽ എടുക്കാവുന്ന പണി, ഞാൻ പറഞ്ഞില്ലേ, ഈ അശ്വിനും അനുമോളും ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് പോകുന്നു മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലും അനുമോളെ തന്നെയാണ് അശ്വിന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോ കഴിയുമ്പോഴേക്കും അശ്വിൻ അടിപൊളി ഷെഫായി മാറും. അമ്മാതിരി പണിയെടുപ്പിക്കലാണ് അനുമോൾ പണിയെടുപ്പിക്കുന്നത് കേട്ടോ. അവൾ ഒച്ചപ്പാട്, വഴക്ക്, ബഹളം, എന്തിനു പറയണം. നമ്മുടെ ബിഗ് ബോസിൽ പോയപ്പോൾ അടുക്കളയിൽ അനുമോൾ കിച്ചൺ ടീമിൽ കയറാനുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അതേ അവസ്ഥയായിരുന്നു. അത് ആ ഒരു ഭാഗം മാത്രം അശ്വിനെ അത് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ജിസയിൽ നല്ല രീതിയിൽ പണിയും കൊടുക്കുന്നുണ്ട് അനുമോൾക്ക്. അനുമോളുടെ പൂക്കിയാണല്ലോ നമ്മുടെ അശ്വിൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ പോകുമ്പോൾ അവിടെ പിടിച്ചിരുത്തി പനിഷ്മെൻറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ജിസൈലിന്. അങ്ങനെ അനുമോളാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് അശ്വിനെ മണ്ടാ, അയ്യോ ഇവനെനിക്ക് വേണ്ട അതൊന്നും ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷം അനുമോളുടെ കൈ കണ്ടപ്പോഴാണ്. ജിയോ മച്ചാനാണ് ആദ്യം വന്നത്. ജിയോ മച്ചാന് നീലി വേണ്ട എന്ന് പറഞ്ഞിട്ട് നീലിയെ തന്നെ എടുത്തു. അവസാനം നീലിയായിട്ട് വന്നത് ആരാ? നെവിൻ. നെവിൻ ഭയങ്കര ബോറായിരുന്നു. സത്യം പറഞ്ഞാൽ ജിയോ മച്ചാന് മര്യാദക്ക് ടാസ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഒരൊറ്റ കാരണമുള്ളൂ, നെവിനാണ്. നെവിൻ ഭയങ്കര ബോറൊക്കെ കളഞ്ഞ്. അടുത്ത ആഴ്ച നെവിന് ആരും കിട്ടലേന്ന് സീരിയസ്ലി എല്ലാവരും പറയുന്നുണ്ടാകും. സുചിത്രക്ക് കിട്ടിയത് ഗന്ധർവനാണ്, സുബിൻ. ഗന്ധർവൻ പിന്നെ അടിപൊളിയാട്ടോ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സുബിനെ കണ്ടപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സുബിൻ ഫസ്റ്റ് ഡേയിലെ എപ്പിസോഡിലും ആളെന്തൊക്കെയോ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരുതി ആൾ കുറച്ച് കഴിയുമ്പോൾ ഡൗൺ ആകും എന്ന് കരുതി. പക്ഷേ അല്ലാട്ടോ, ഡേ ബൈ ഡേ ആൾ അടിപൊളിയായിട്ട് വരാണ്. സുബിൻ എന്ന് പറയുന്ന വ്യക്തി അടിപൊളിയായിട്ടാണ് ഈ ഒരു ഷോയിൽ നിൽക്കുന്നത്. അക്കാര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്ന് അഭിപ്രായം പറയും കേട്ടോ. സുബിനെയൊക്കെ ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. ഈ ഷോയിൽ വന്ന ശേഷമാണ് ഞാൻ സത്യത്തിൽ സീരിയസ്ലി ഞാൻ സുബിനെ കാണുന്നത്. ആൾ അടിപൊളിയായിട്ട് ഓരോ കാര്യവും പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ദിഗംബരൻ, അനുമോളുടെ പൂപ്പീസ്, അനുമോളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൂപ്പീസ് ദിഗംബരനായിരുന്നു. നമ്മുടെ അശ്വിനാണ് വന്നത്. അശ്വിനെ കണ്ടതോടുകൂടി അനുമോൾ എനിക്കിത് വേണ്ട. പക്ഷേ അനുമോളുടെ ലക്ക് എന്ന് പറയുന്നത് അശ്വിനാണ്. ഈ രണ്ട് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അടിക്കും ഫസ്റ്റ്. കഴിഞ്ഞ ആഴ്ചയിൽ അതൊക്കെ തന്നെ ഇവർ തന്നെയായിരുന്നു ടോപ്പ് ഫുഡ് ഉണ്ടാക്കുന്ന അടിപൊളി ഇവരായിരുന്നു. ഈ ആഴ്ച അത് ഞാൻ പിന്നെ പറയാം. പെരുന്തച്ഛനായിട്ട് കെവിനാണോ അത് കെവിനാണെന്ന് തോന്നണം. കെവിൻ പയ്യനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സന്ധ്യാമ്മയുടെ കൂടെ ദിവ്യയായിരുന്നു ഉണ്ണിയാർച്ചയായിട്ട്. സാബു ചേട്ടൻ്റെ കൂടെ വൈശാലിയായിട്ട് മീനാക്ഷിയായിരുന്നു. മീനാക്ഷി ഈ വീക്കും അടിപൊളിയായിരുന്നു. മീനാക്ഷി ഓവറാണെന്നൊക്കെ പലരും പറയും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. മീനാക്ഷി മുത്താണ്, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഓവർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, മീനാക്ഷി അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അത് ചില കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനൊക്കെ മീനാക്ഷി നോക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് രസമാണ്, ആരും ബോറടിപ്പിക്കുന്നില്ല. മീനാക്ഷി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. വരുന്ന ആഴ്ചകളിലും ഇതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരും ചിരിപ്പിക്കുന്ന രീതിയിൽ വരട്ടെ. മീനാക്ഷി അടിപൊളിയാണ്. മീനാക്ഷിയുടെ പെർഫോമൻസ്. മാഹിയായിട്ടൊരു സൈഡ് വലിവൊക്കെ കാണുന്നുണ്ട്, കുഴപ്പമില്ല. മാഹിയും അത് കണ്ണടച്ചൊക്കെ കളയുന്നുണ്ട്. മഹിയല്ലേ ശരി. പിന്നെ അടുത്ത് അൻസിബ കായംകുളം കൊച്ചുണ്ണിയാണ്. കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ പക്ഷേ ഷാജി പാപ്പാൻ പോലെ ആയിപ്പോയി. സാരമില്ല, വരട്ടെ, കുട്ടികളല്ലേ. പിന്നെ മഹിക്ക് ചന്തുവാണ്. ചന്തുവിൻ്റെ പേരൊന്നും തെറ്റിച്ചില്ല. ചന്തു ചതിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ചന്തു ചതിച്ചു. അങ്ങനെ എല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. പിന്നീട് ടാസ്ക് അങ്ങോട്ട് തുടങ്ങി, ഒരു രക്ഷയില്ല. ഈ ടാസ്കിൽ ഹിൻഡ്രൻസ് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഹിൻഡ്രൻസ് 2 തവണ വേറെ ചെയ്യണം. കഴിഞ്ഞ ആഴ്ച
എന്താ പറയുക, കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇത്തവണ തലയിലാണ് കേട്ടോ വേറേണ്ടത്. ഒരു കവർ തരും, ആ കവർ പറയുന്ന ടൈമിൽ തലയിൽ വെക്കുക, തലയിൽ വെച്ച് മൂടുക, കുക്ക് ചെയ്യാൻ പാടില്ല. 2 തവണയാണ് വരുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് ഒരു ടാസ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ടാസ്ക് അഡ്വാൻറ്റേജ് ടാസ്ക് എന്നാണ് അതിൻ്റെ പേര്. ഇതിൽ വിൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ടാസ്കിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അതായത് ഹിൻഡ്രൻസ് വെയർ ചെയ്യുന്ന സമയത്ത് ഹിൻഡ്രൻസ് വെയർ ചെയ്യേണ്ട, ഒരു തവണ ഹിൻഡ്രൻസ് വെയർ ചെയ്യേണ്ട, 2 തവണ ഹിൻഡ്രൻസ് വെയർ ചെയ്യണ്ടല്ലോ, അതിൽ ഒരു തവണ മാത്രം വെയർ ചെയ്താൽ മതി കുക്കിന്. അതേപോലെ തന്നെ മറ്റ് വേറെ ആരെങ്കിലും നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്യാസ് സ്റ്റവ് ഒരു 5 മിനിറ്റ്സേക്ക് ലോക്ക് ചെയ്ത് വെക്കാം, ഓഫാക്കി വെക്കാം. എനിക്ക് തോന്നിയായിരുന്നു ആരുടെ ആയിരിക്കും ലോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നേ വിൻ ചെയ്യുന്ന ആളെന്ന് എനിക്ക് ഒരു തോട്ട് ഉണ്ടായിരുന്നു, മനസ്സിൽ തോന്നിയിരുന്നു എങ്ങനെ ആയിരിക്കും എന്ന്. അതേപോലെ തന്നെയാണ് വന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ നമുക്ക് ഷോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടാസ്ക്, അതായത് നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ടാസ്ക് ആണ്. ഈ ടാസ്ക് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ കിട്ടും. 5 മിനിറ്റ്സ് നമുക്ക് ആരെങ്കിലും ഒരാളുടെ സ്റ്റവ് ഓഫാക്കി വെക്കാമെന്ന് മാത്രമല്ല, ഹിൻഡ്രൻസ് വേറെ ചെയ്യുന്ന സമയത്ത് ഒരു തവണ മാത്രം വേറെ ചെയ്താൽ മതി. കിടിലോ അല്ലയോ? 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ ഈ ഒരു കോമ്പറ്റീഷൻ്റെ സമയത്ത്. ഫസ്റ്റ് ടാസ്ക് ഇതാണ്. അയൺ ബോക്സ് തരും എല്ലാവർക്കും അയൺ ബോക്സ് തരും. 8 പേയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇവർക്ക് ഒരു അയൺ ബോക്സ് വരും. ഈ അയൺ ബോക്സിന് ഉള്ള മുട്ട പൊട്ടിച്ച് ഒഴിക്കുക, ബുൾസൈ ഉണ്ടാക്കുക. ഗ്യാസൊന്നും വേണ്ട, നമുക്ക് അയൺ ബോക്സിന് മുന്നിൽ വെച്ചിട്ട് ചൂടായ അയൺ ബോക്സിൽ ബുൾസൈ പൊളിച്ചുണ്ടാക്കുന്നത് എന്ത് രസകരമായിട്ടുള്ള കാര്യമാണ്. കുട്ടികളെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചിരിച്ചോ? ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയൊന്നും കാണാതെ അയൺ ബോക്സ് ഓണാക്കി അതിനുള്ളിൽ മുട്ടയൊന്നും ഉണ്ടാക്കി പൊരിച്ച് തിന്നേക്കല്ലേ മക്കളെ, കൈ പൊള്ളു, റിസ്ക് ഉള്ള ടാസ്ക്കാണ്. അത് ട്വിങ്കിൾ ചേച്ചി പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ റിസ്ക് ആണ്, പക്ഷെ കണ്ടിരിക്കാൻ രസമാണ്. ഇവിടെ കൈയൊക്കെ പൊള്ളുമെന്ന് ഞാൻ വിചാരിച്ചാലും കൈ പൊള്ളുമെന്ന്, പ്രത്യേകിച്ച് ആരും പൊള്ളിയൊന്നുമില്ല. അപ്പോൾ കുട്ടികളത് കാണുന്നുണ്ടെങ്കിൽ, അപ്പോൾ കുട്ടികളൊക്കെ സൂക്ഷിക്കുക, ഇതൊന്നും ചെയ്ത് അനുകരിക്കുക നോക്കരുത്. പൊന്നു മക്കളെ, വെക്കേഷനൊക്കെ ആണോ, നിങ്ങൾ കണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ടാവും, ചിരിച്ചോ മക്കൾ. പക്ഷേ ഈ സംഭവം വീട്ടിലൊന്നും പോയി ചെയ്ത് നോക്കല്ലേ. അങ്ങനെ ബുൾസൈ ഉണ്ടാക്കുന്നു. ആദ്യം കുക്ക് ചെയ്യുന്നവരാണ് ഇത് പിടിച്ച് നിൽക്കേണ്ടത്. പൂക്കീസാണ് മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത്. എന്ത് രസകരമായ ടാസ്ക് ആയിരുന്നു അറിയോ. നമ്മൾ വിചാരിക്കുന്ന മാത്രം സിമ്പിളെല്ലാം തോന്നുന്നു കേട്ടോ. ഈ അയൺ ബോക്സിൽ മുട്ട പൊട്ടിക്കുക, അത് ബുൾസൈഡ് ആ യോക്കില്ലേല്ലോ മഞ്ഞക്കുരു, അതൊന്നും പൊട്ടിപ്പോവരുത്, നല്ല ഭംഗിയിൽ വരുന്ന, അതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയിൽ ബുൾസൈ ഉണ്ടാക്കുന്നവർക്കാണ് ഈ ഒരു ടാസ്കിൽ വിൻ ചെയ്യുക. അങ്ങനെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എല്ലാം അവരുടെ മറ്റേ പൂക്കീസിൻ്റെ വായിലേക്കാണ് പോകുന്നത്. അപ്പുറത്ത് നിർത്തി ഇപ്പുറത്ത് പൂക്കീസിന് അടിച്ചു മാറ്റുന്നു. മുട്ടയ്ക്ക് പുളിച്ചേക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നേ. അത് വേറെ ആരല്ല, അശ്വിൻ അടിച്ചു മാറ്റി അനുമോളെ ഇത് എടുക്കാൻ കൊള്ളാവോ, അനുമോള് കൊണ്ടുപോവാ പോരട്ടെ എന്ന് പറഞ്ഞാൽ അനുമോളെടുത്ത് മാറ്റി വെക്കുന്നത്. സാബുചേട്ടൻ്റെ മുട്ട എടുത്തുകൊണ്ട് പോകുന്നത്. സാബുചേട്ടനാണെങ്കിൽ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുന്നു. നെവിനാണ് ആ ഫ്ലോറിൽ എന്ത് മോഷണം പോയാലും നെവിനാണ് കേട്ടോ എല്ലാവർക്കും സംശയം. അത് പിന്നെ അങ്ങനെയാണല്ലോ. പക്ഷെ നെവിൻ എല്ലായിരുന്നു എടുത്തത്, അശ്വിനായിരുന്നു. നെവിനാണെങ്കിൽ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല കേട്ടോ. അവരുടെയൊക്കെ ടാസ്ക് പകുതിയായിട്ടും നെവിൻ ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നേ. നെവിനാണെങ്കിൽ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരുടെ പുൽച്ചയും കഴിച്ച് നടക്കുകയാണ്. പിന്നെ ഭാവന തന്നെ സാരിയൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുത്തു, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്തു. പിന്നെ ജിയോ മച്ചാന് ബുദ്ധി ഉള്ളതുകൊണ്ട് ആള് അയൺ ബോക്സ് 2ഉം 3ഉം ബുൾസയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി. പക്ഷെ എന്ത് കാര്യം എടുത്തപ്പോൾ പൊട്ടിപ്പോയി. അങ്ങനെ നെവിൻ തന്നെ എടുത്ത് കഴിച്ച് തിന്നുകയും ചെയ്യും. ഉണ്ടാക്കിയതൊക്കെ എടുത്ത് ചെയ്യും. കഷ്ടപ്പെട്ട് ജിയോ മച്ചാൻ ഉണ്ടാക്കുന്നു, നെവിനോടെ കഴിക്കുന്നു. ഒരു സഹകരണം ഇല്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു നെവിൻ്റേത്. വളരെ ബോറായിട്ട് ഫീൽ ചെയ്തു. ദിഗംബരൻ, അനുമോള്, സുചിത്രയും നമ്മുടെ ഗന്ധർവനും അടിപൊളിയായിരുന്നു. പക്ഷെ ഗന്ധർവൻ സുചിത്രേനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തോണ്ടിരുന്നത് ജിസൈലിനും ബാക്കിയുള്ളവർക്കൊക്കെ ആയിരുന്നു. ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. ബുൾസൈ സക്സസ്ഫുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് അനുമോളും അശ്വിനും 4 എണ്ണം ഉണ്ടാക്കി. മഹിയും ഡെയിനും 1 എണ്ണം ഉണ്ടാക്കി. സാബുമോനും മീനാക്ഷിയും കൂടി 5 എണ്ണം ഉണ്ടാക്കി. അവരെങ്ങനെ 5 എണ്ണം ഉണ്ടാക്കി? അവസാനം വരെ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പൂക്കി അയൺ ബോക്സ് പിടിക്കുന്നത്, അതായത് ആദ്യം കുക്കേഴ്സ് പിടിക്കണം, അത് കഴിഞ്ഞിട്ട് പൂക്കീസ് പിടിക്കണം. പൂക്കീസ് പിടിക്കുമ്പോൾ സാബുചോൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 എണ്ണം. സന്ധ്യാമയും ശ്രീദേവിയും കൂടി 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അൻസിബയും കെവിനും കൂടി 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജിയോ മച്ചാനും നെവിനും കൂടി 6 എണ്ണം ഉണ്ടാക്കി. അവർ 6 എണ്ണം ഉണ്ടാക്കി. പക്ഷെ എന്ത് കാര്യം, നെവിൻ തന്നെ കുറേ കഴിച്ചു. അവസാന സമയത്താണ് അത് ജിയോ മച്ചാൻ്റെ കഴിവാണ്. പിന്നെ അടുത്തത് സുചിത്രയും ഗന്ധർവനും കൂടിയും സുബിനും കൂടി 6 എണ്ണം ഉണ്ടാക്കി. അതെന്താണെന്നറിയോ, ഇവർക്ക് മുട്ട ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് സുചിത്രയാണ്. മാത്രമല്ല പാനിൽ വെച്ചുണ്ടാക്കിയവർ. മറ്റവരൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരെന്താ ഗ്യാസ് ഓൺ ആക്കിയിട്ട് വേഗം പുളിച്ചേരി 2 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ടാസ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് സുചിത്രക്കും സുബിനുമാണ്. ഗന്ധർവനുമാണ് കിട്ടിയിരിക്കുന്നത്. അവരാണ് നല്ലോണം ഭംഗിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വെറുതെ
വെറുതെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഭംഗിയിൽ വേണം എന്ന് ടിങ്കിൽ ഇടക്കിടക്ക് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയിൽ രസകരമായിട്ട് ഉണ്ടാക്കിയത് അവരായതുകൊണ്ട് അവർക്ക് ആ ഒരു പോയിന്റ് കിട്ടി. ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണം, ഓരോരുത്തരും എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ പച്ചമുളക്, മഞ്ഞപ്പൊടി. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ, മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി പിള്ളേര്. കുക്കീസ് സ്റ്റാർട്ടിങ് ഒന്നും അറിയില്ലായിരുന്നല്ലോ ഏതാണ് മല്ലിപ്പൊടിയുടെ സ്ഥാനത്ത് ജീരകപ്പൊടി വരെ എടുത്തുകൊണ്ടുവന്നവരുണ്ട്. ഈ ആഴ്ചയിൽ അവർ കറക്റ്റ് ആയിട്ടാണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവർ പഠിച്ചല്ലേ, 2 ആഴ്ച കൊണ്ട് തന്നെ പഠിച്ചെടുത്തു. കൊള്ളാം, അടിപൊളി കുക്കീസ്. അങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് അശ്വിനും അനുമോളും കൂടി കുക്ക് ചെയ്യുന്നത്, എന്ത് ഉണ്ടാക്കണം എന്നിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ക്യാമറമാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പാൽക്കപ്പയും ചിക്കൻ വറുത്തതും. ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഓ, അത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു. പക്ഷെ അത് കണ്ടപ്പോഴല്ല കിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ പാൽക്കപ്പ അങ്ങനെ കഴിച്ചിട്ടില്ല. ഒരു തവണ കഴിച്ചതാണെങ്കിൽ ചീറ്റിപ്പോയി, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കിയല്ല, പുറത്തുനിന്ന് കഴിച്ചാണ്. പക്ഷേ ഇത് അനുമോൾ ഉണ്ടാക്കി വെച്ചിരുന്ന് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ജിസൈൽ സൺഡേ എപ്പിസോഡിലാണ് ജിസൈൽ വരുന്നത്. ജിസൈലാണെങ്കിൽ ബിഗ് ബോസിലപ്പോൾ പോലെ തന്നെ വെളിപ്പ് കുറച്ചുകൂടി ബെറ്ററാണ് എങ്കിൽ പോലും ഒരു പുള്ളിക്കാരിക്ക് അറിയാൻ പാടില്ല. പുള്ളിക്കാരി വരുന്നല്ലേ ഉള്ളൂ, വരുന്ന വീക്കിലൊക്കെ പുള്ളിക്കാരി റെഡി ആവുമായിരിക്കാം. പുള്ളിക്കാരി ഇങ്ങനത്തെ കോമഡി ഷോയിലൊന്നും ആൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ കുഴപ്പമില്ല, മറ്റുള്ളവരൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അനുമോളോട് ഒരു പ്രത്യേക ഒരു സ്നേഹമോ ഒരു റിവഞ്ചോ എന്തൊക്കെയോ ഉണ്ട്. അനുമോൾ ഇടയ്ക്ക് പോയി കുക്ക് ചെയ്യുന്ന സമയത്ത് അനുമോളെ പോയി കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കാൻ വിളിക്കുന്നു, അനുമോളുടെ പൂക്കീനെ അവിടെ പിടിച്ച് പനിഷ്മെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ജിസേലിനെ സംബന്ധിച്ച് മറ്റുള്ളവരൊന്നും പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. പരിചയമുള്ളവരുടെ അടുത്താണ് ജിസേൽ കൂടുതൽ ആവുന്നത്. വരുന്ന വീക്കിലൊക്കെ റെഡി ആവുമെന്ന് വിചാരിക്കാം. അങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കുക്കിംഗ് ആരംഭിച്ച സമയത്താണ് ബസർ സൗണ്ട് കേൾക്കുന്നത്. ഹിൻഡ്രൻസ് വെയർ ചെയ്യാൻ, പ്ലാസ്റ്റിക് കവർ, ഒരു കവർ പ്ലാസ്റ്റിക് അല്ല, ഒരു പേപ്പർ കവർ വന്നിട്ടുണ്ട്. ഇതേപോലെ അങ്ങോട്ട് തലയിൽ വെയർ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഇവർ കള്ളന്മാരാന്നേ കുക്ക് ചെയ്യുന്നവർ. ഇതിനിടയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, ചെയ്യുന്നുണ്ട്. ഇവർ തന്നെ ചെയ്യുന്നുണ്ട്. അവർ ആദ്യമേ പറഞ്ഞു, എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പനിഷ്മെൻ്റ് വരുന്നു. എവിടെ നോക്കാം, ഇത്രയും ആൾക്കാരില്ല ഇതിൻ്റെ ഇടയിൽ, എങ്ങനെ ശ്രദ്ധിക്കാനാണോ നമ്മളെയൊക്കെ? എന്തിനു പറയണം, കുക്ക് ചെയ്യുന്നവരുണ്ടല്ലോ റെസിപ്പി മൊബൈൽ നോക്കിയിട്ട് കുക്ക് ചെയ്യുന്നേ. വേറെ ആരല്ല, മീനാക്ഷി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളത്. അത് ഇടയ്ക്ക് നോക്കുന്നു, അതിൽ വായിച്ച് നോക്കുന്നു, കുക്ക് ചെയ്യുന്നു. എന്താ ബുദ്ധിയല്ലേ! അത് കണ്ടുപിടിച്ച് ഒരു പനിഷ്മെൻറ്റും കൊടുത്തു. അതുപോലെ തന്നെ അനുമോള് കുക്ക് ചെയ്തു. ഹിൻഡ്രൻസ് വേറെ ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്തു, പിടിച്ചു. ട്വിങ്കിൾ വെറുതെ നടക്കുകയല്ലല്ലോ, ട്വിങ്കിളിൻ്റെ പണി എടുക്കണ്ടേ. ട്വിങ്കിൾ അനുമോളെയും അശ്വിനെയും വിളിച്ചുകൊണ്ടുപോയി അവിടെ ജഡ്ജസിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. ശിക്ഷ കൊടുക്കൂ. ശിക്ഷ എന്ന് പറയുന്നത് കൈവൊക്കി നിൽക്കാനാണ്. അത് അനുമോൾ കൈവൊക്കി നിൽക്കുന്ന, അനുമോളുടെ കയ്യിൽ കിടക്കുന്ന സാധനം നിങ്ങൾ കണ്ടോ? കണ്ടില്ല. അതിനെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയാം. കുറച്ച് നേരം ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങിയ ശേഷമാണ് പിന്നീട് അനുമോളെയും നമ്മുടെ അശ്വിനെയും ദിഗംബരനെയും വിടുന്നത്. പിന്നെ സുചിത്രക്കും ശിക്ഷ കിട്ടി. സുചിത്രയും സുബിനും ഇതേപോലെ തന്നെ ചെയ്യാൻ പാടില്ല. അവരോട് ഹിൻഡ്രൻസ് വരുന്ന സമയത്ത് ഇവർ മറ്റവരെ കുക്കീസിനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാം. ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, അരിഞ്ഞൊന്നും വെക്കാൻ പാടില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റിച്ചുകൊണ്ടാണ് ശിക്ഷ പക്ഷെ ഭയങ്കര ചെറുതായി പോയിട്ടോ, വെറുതെ കൈ പൊക്കി നിൽക്കുന്നത്. അതിന് പകരം എന്തെങ്കിലും ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കണമായിരുന്നു അല്ലേ, അപ്പോൾ രസമായേനെ. ഇത് കൈ പൊക്കി നിൽക്കുന്നത് മറ്റു കാണുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, മറ്റുള്ളവർ അറിയുന്നുമില്ല, കുക്ക് ചെയ്യുന്നവർ അറിയുന്നില്ല ഇവർക്ക് എന്ത് ശിക്ഷയാണ് ഇവർ കൈ പൊക്കി നിൽക്കുന്നത്. അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്ത പോലെ തോന്നി. ശിക്ഷ കൊടുക്കും, നമ്മൾ എന്തായാലും ഒരു പനിഷ്മെൻറ്റ് കൊടുക്കും. കുറച്ചുകൂടി ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടാസ്ക് കുറച്ച് കഠിനങ്ങളൊക്കെ കൊടുത്തോ, കണ്ടിരിക്കാൻ രസമല്ലേ. 3 പേഴ്സിനാണ് ഇത് കിട്ടിയത്, പനിഷ്മെൻറ്റ് കിട്ടിയത്. ഒന്ന് അനുമോൾക്കും അശ്വിനും, പിന്നെ സുചിത്രയ്ക്കും സുബിനും, അതുപോലെ തന്നെ സന്ധ്യാമ്മക്കും ശ്രീദേവിയാണോ ചിന്നു ആൾക്കുമാണ് ശിക്ഷ കിട്ടിയത്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ക്യാമറമാൻ ഫോക്കസ് ചെയ്തത് അനുമോളെയും അശ്വിനെയാണ്. അശ്വിൻ പറയുന്നുണ്ട്, അനുമോളെ ഇതിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ഡെപ്ത് ക്യാരക്ടർ എൻ്റെയാണ്. എന്നെ കൊണ്ടാണോ നീ ഇങ്ങനെ പട്ടിയെ പോലെ പണിയെടുപ്പിക്കണേ? ഞാൻ പറഞ്ഞില്ല ഗൈസ്, തീർച്ചയായിട്ടും അനുമോളുടെ ഒപ്പം തന്നെയാണ് അശ്വിൻ ഇനിയുള്ള ആഴ്ചകളിൽ ഒരു കോമ്പിനേഷനായിട്ട് കിട്ടുന്നത്. അത് പേഴ്സണലി അനുമോളും ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അശ്വിനും ആഗ്രഹിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഈ ഷോ കഴിയുമ്പോഴേക്കും നല്ല ഒന്നാം തരം ഷെഫായി മാറും അശ്വിൻ.
അടിപൊളിയായിട്ട് പോകും. ടാസ്കിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് പോവാണ്. സുചിത്രക്കാണ് അതിനുള്ളൊരു അവസരം. സുചിത്രയാണല്ലോ അഡ്വാൻറ്റേജ് ടാസ്കിൽ വിൻ ചെയ്തത്. സുചിത്ര സുബിനാണല്ലോ. ഒരാളുടെ ഗ്യാസ് ഓഫ് ആക്കാം. ആരുടെ ഓഫ് ആക്കും? തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത് ആരാണോ, വിൻ ചെയ്യാൻ സാധ്യതയുള്ള ആരാണോ അവർക്കിട്ടായിരിക്കും നമ്മളൊരു പണി കൊടുക്കുന്നത്, അല്ലേ? നമ്മുടെ കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് തോന്നിയ ഒരാൾക്കിട്ടല്ലേ നമ്മൾ പണി കൊടുക്കത്തുള്ളൂ. സുചിത്രയ്ക്ക് ഒന്നും ആലോചിക്കേണ്ടെന്ന് വന്നില്ല, ഞാൻ അനുമോളുടെയാണ് ഓഫ് ആക്കുന്നതെന്ന്. അതെന്താ അങ്ങനെ? അപ്പോൾ ഏറ്റവും നല്ല കുക്ക് അനുമോളാണെന്ന് സുചിത്രക്ക് തോന്നിയോണ്ടാണോ? കോമ്പറ്റീറ്ററായിട്ട് ഒന്ന് ഫീൽ ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലേ? എല്ലാം ഒന്നും പറയണ്ട സുചിത്ര. അതെ, എങ്കിൽ ചോദിച്ചു അനുമോളാണോ ഒരു കോമ്പറ്റീറ്ററായിട്ട് തോന്നിയോ? അപ്പോൾ സുചിത്ര അതുകൊണ്ടൊന്നല്ല, ആരുടെയെങ്കിലും സെലക്ട് ചെയ്യണ്ട അതുകൊണ്ട്. പക്ഷെ നമുക്കറിയാം അനുമോളൊരു കോമ്പറ്റീറ്ററായി കണ്ടുകൊണ്ടാണെന്നുള്ളത്. കാരണം അനുമോളും സുചിത്രയും അൻസിബയും തമ്മിൽ വലിയൊരു കോമ്പറ്റീഷൻ വരുന്ന ദിവസങ്ങളിൽ. ഇവർ 3 പേരും കിഡിലൻ കുക്കേഴ്സാണ്. കുക്കേഴ്സല്ല, ഷെഫാണ്. ഇവർ 3 പേരും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഇവർ 3 പേരും തമ്മിലൊരു കോമ്പറ്റീഷൻ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. അത് മനസ്സിലായത് കൊണ്ടായിരിക്കാം സുചിത്ര അനുമോളെ തന്നെ സെലക്ട് ചെയ്തു. ഒരു 5 മിനിറ്റ് ഗ്യാസ് ഓഫാക്കി, അനുമോൾ കത്തിക്കുന്നുണ്ടാവുള്ളൂ, അപ്പോൾ തന്നെ ഓഫാക്കി. ആ ഒരു ടൈമിലാണ് നമ്മുടെ മീനാക്ഷി മൊബൈൽ നോക്കി റെസിപ്പി എടുക്കുന്നേ. എന്ത് പറയാനല്ലേ, മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ റെസിപ്പി വായിച്ചിട്ട് വേഗം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കുക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിലവർ മുട്ട എടുത്തുകൊണ്ട് പോകുന്നു, ചിലവർ തേങ്ങ എടുത്തുകൊണ്ട് പോകുന്നു, തേങ്ങ ചിരവുന്നു, അങ്ങനെയുള്ള അവിടെ രസകരമായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇത് കാണണമെങ്കിൽ നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കാണണം കേട്ടോ. അപ്പോൾ എപ്പിസോഡ് മിസ്സായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ അത് ഉണ്ടാകും, പോയി കാണാം. നിങ്ങളുടെ ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് ഒരു എപ്പിസോഡ്. അത് നിങ്ങളെ പിടിച്ചിരുത്തും, നിങ്ങൾക്ക് എല്ലാം മറന്ന് ചിരിക്കാനൊക്കെ പറ്റും. രസമാണ് കുറച്ച് ടൈം. അത് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക. ജിയോ ഹോട്ട്സ്റ്റാർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു ഇടുന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു റിവ്യൂ ആയിട്ട് വന്നത്. സീരിയസ്ലി പുറത്ത് പോയി വന്നിട്ട് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ 2 മണിക്കൂർ 2 ദിവസത്തോടെ ഒരുമിച്ചിരുന്ന ഷോ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. രസമായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ 2-3-4 മണിക്കൂർ ഒരുമിച്ച് പോയെങ്കിലും അടിപൊളിയായിരുന്നു. ആ കുക്കിങ്ങിൻ്റെ ഇടയിലുള്ള വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ആയിരുന്നു. 2-3 മണിക്കൂർ നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാൻ. സത്യം പറഞ്ഞാൽ ഞാൻ 2 ദിവസത്തെ എപ്പിസോഡ് ഒരുമിച്ചാണ് കണ്ടത്. സാറ്റർഡേ സൺഡേയിലെ എപ്പിസോഡ് ഒരുമിച്ച് ഞാൻ കണ്ടത്. പക്ഷേ എൻ്റെ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്ത് രസമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്ത് പോയി ക്ഷീണിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലോ അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം ആ ഒരു സ്പിരിറ്റിൽ തന്നെ നമ്മളിത് പറയണ്ടേ. പിന്നെ യാത്ര ചെയ്തതിൻ്റെ കുറച്ച് ടയർഡ്നെസ് ഒക്കെ ഉണ്ടാകും, പക്ഷേ ആ ഷോ നല്ലോണം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ആകുമ്പോൾ വിധി വേണ്ടേ, ആരാണ് വിന്നർ പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഭാവനയും ഷെഫ് നളനും നമ്മുടെ ട്വിങ്കിളും കൂടി അവിടെ ഇരിക്കുക, ജഡ്ജിങ് പാനലിൽ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തർ വന്നിട്ട് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അനുമോളും അശ്വിനും ഉണ്ടാക്കിയതാണ് ഫസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതുപോലെ തന്നെ സുചിത്രയും സുബിനും ഉണ്ടാക്കിയ ഫുഡൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് കേട്ടോ. അനുമോള് കപ്പയും ചിക്കനൊക്കെയാണ് ഉണ്ടാക്കിയത്. അത് കഴിച്ചിട്ട് ഭാവന പറയുകയാണെ നിർത്താൻ തോന്നുന്നില്ലെന്ന്. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. ഇത് കേട്ടപ്പോഴേക്കും എല്ലാവർക്കും അതൊക്കെ പറഞ്ഞു, അവൻ്റെ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ കിടിലുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ സുചിത്ര ഉണ്ടാക്കിയിരിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ ചിക്കൻ തോരൻ എന്ന് പറഞ്ഞു. വീട്ടിലുണ്ടാക്കിയ എല്ലാം ആവണമെന്നില്ലല്ലോ, കേരള പ്രൈഡ് ഫുഡല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വെച്ചിരിക്കുന്ന ആ ഒരു ഗാർണിഷ് ചെയ്തിരിക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ചോറും ആ ചിക്കനും പിന്നെ ആ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട്, തേങ്ങ അരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു, ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ തോന്നും. വിശന്നിരിക്കുന്നവരാണെങ്കിൽ അത് കാണുമ്പോൾ അടിപൊളിയായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഓരോരുത്തർ വന്ന് ഇതിൽ 3 പേരാണ് അവസാനം സ്റ്റാർ ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞിട്ട് 3 പേരെയാണ് നിർത്തിയിരിക്കുന്നത്. 3 പേയേഴ്സിനെയാണ്. ഒന്ന് അനുമോൾ അശ്വിൻ, മറ്റൊന്ന് സുചിത്ര സുബിൻ, അൻസിബയും കെവിനെയും. അങ്ങനെ ഈ 3 പേയേഴ്സിനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതിൽ ആരാണ് ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കിയത്, ആരായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ചയിലെ സെയിം പേയേഴ്സ് ആരാ? അനുമോളും അശ്വിനും ദിഗംബരനും സുഭദ്രയും കൂടി തകർത്ത്. ഫ്ലോറ് മൊത്തം അവർ കൊണ്ടുപോയി. ഫ്ലോറ് മാത്രമല്ല, ഫുഡും അവർ കൊണ്ടുപോയി. അടിപൊളി കപ്പയും ചിക്കനും ഒക്കെ അടിപൊളിയാന്ന് പറഞ്ഞു. സ്റ്റാർ ഓഫ് ദി വീക്ക് അവരാണ്. അടിപൊളി. അനുമോൾ ആ സമയത്ത് കൈ കൊട്ടുന്ന, കാരണം അനുമോളുടെ കൈ കിടക്കുന്ന ബ്രേസ്ലെറ്റ് നിങ്ങൾ കണ്ടോ? 2 ട്വിസ്റ്റ് ഉണ്ട്. അനുമോൾക്ക് ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഓഫാക്കി, 5 മിനിറ്റോളം ഗ്യാസ് ഓഫാക്കി വെച്ചു. കൂടാണ്ട് പനിഷ്മെൻറ്റ് കിട്ടി. എന്താ കൈ വയ്ക്കി നിൽക്കാൻ.
5 മിനിറ്റ് അതും പോയി, എന്നിട്ടും വിൻ ചെയ്തു. അതാണ് അനുമോളുടെ കഴിവ്, അതാണ് അനുമോളുടെ അടിപൊളി. എന്തായാലും അനുമോൾ ഈ ഷോയിൽ അവതരിട്ട് വന്ന് കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഹാപ്പി, ഞാൻ ഭയങ്കര സന്തോഷമായി. പിന്നെതാ അനുമോൾക്ക് ഒരു പ്രൈസും കൂടിയും കിട്ടിയിട്ടുണ്ട്, അനുമോൾക്കും അശ്വിനും കൂടി ഒരു പ്രൈസ് കൂടിയും കിട്ടിയിട്ടുണ്ട്. സ്പിൻ ചെയ്തു, പല ഐറ്റംസ് ഉണ്ട്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, മൊബൈൽ എല്ലാം ഉണ്ട്. ഇവർ അങ്ങനെ സ്പിൻ ചെയ്തിട്ട് ഇവർക്ക് കിട്ടിയത് ലാപ്ടോപ്പാണ്. സ്റ്റാർ ഓഫ് ദി വീക്ക് നേടിയ ഈ 2 പേർക്കും കിട്ടിയിരിക്കുന്നത് ലാപ്ടോപ്പാണ് ഗൈസ്, ലാപ്ടോപ്പ്. അപ്പോൾ ലാപ്ടോപ്പൊക്കെ വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വെറുതെ എല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും അടിപൊളിയായിട്ടാണ് ഈ ഷോ പോകുന്നത്. അതിന് എലിമിനേഷനൊക്കെ ഉണ്ട്, ആരായിരിക്കും പുറത്ത് പോവുക കണ്ട് തന്നെ അറിയാം. ഏതെങ്കിലും 2 പേര് പുറത്ത് പോകണമല്ലോ, ആരായിരിക്കും പുറത്ത് പോകുക എന്നുള്ളത് ഈ വീക്കൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത ആഴ്ചയല്ല, സ്റ്റാർട്ടിങ് തന്നെ പറയുമായിരിക്കാം. എന്താണ് എങ്ങനെയാണത് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ആർക്കൊക്കെയോ ഒരാൾക്കേ കപ്പ് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ നല്ലതായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് ഇതേപോലെ ഇങ്ങനെ നല്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കിട്ടും. അങ്ങനെ രസകരമായിട്ടുള്ള 2 എപ്പിസോഡായിരുന്നു ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. നമ്മുടെ കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടപ്പോൾ പേഴ്സൺ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. ഹീൽ ചെയ്തിട്ടുള്ള 7 ചക്ര ബ്രേസ്ലെറ്റ് നമ്മൾ ആദ്യം കൊടുത്തത് അനുമോൾക്കാണ്. അനുമോളുടെ കയ്യിൽ അത് കിടക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം. വോട്ട് ചെയ്യാൻ പോയപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അനുമോളുടെ ഓരോ ക്ലിപ്സ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കും ഉണ്ടോ കയ്യിൽ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അനുമോൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴും വോട്ട് ചെയ്യാൻ പോയപ്പോഴും അങ്ങനെ ഓരോ ഇതിൽ കയ്യിൽ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ഷോയിലും ഞാൻ റിവ്യൂ ചെയ്യുന്ന ഈ ഒരു ഷോയിലും അനുമോൾ ആ ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് വന്നപ്പോൾ സീരിയസ്ലി ഭയങ്കര ഹാപ്പി. ഗുരുമന്ത്രയിൽ ഉള്ള ഓരോ പ്രോഡക്റ്റും ഓരോരുത്തർ യൂസ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഓരോന്ന് എന്നോട് പറയാറുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് കരുതി നിൽക്കുകയാണ്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെറിയ പാർട്ട് എനിക്ക് കാണിക്കണം എന്നുണ്ട്. ഡെയിലി ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് വരുന്നത് ഓരോ പ്രോഡക്റ്റ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പലരും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് സോൾവ് ആവാനുള്ള സൊല്യൂഷൻ ഈ യൂണിവേഴ്സിൽ തന്നെ ഉണ്ട്. നമ്മളെല്ലാവരും യൂണിവേഴ്സിൻ്റെ മക്കളല്ലേ. അപ്പോൾ ഈ യൂണിവേഴ്സ് തന്നെ നമ്മുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം, നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ അത് നമ്മൾ എടുക്കാനുള്ള തീരുമാനം, അതിനുള്ളൊരു കഴിവ്, അതിനുള്ളൊരു കോൺഫിഡൻസ്, അതിനുള്ളൊരു ധൈര്യം എല്ലാം നമ്മളിലേക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു സ്റ്റോൺസ്, റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഈ സ്റ്റോൺസ് നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അത് ധരിച്ചു കഴിഞ്ഞവർക്കത് അറിയാം അതിൻ്റെ ഫീൽ എന്താണെന്നുള്ളത്. കാരണം ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. പിന്നെ നമുക്കൊരു പേടി ഉണ്ടാവില്ല. എന്ത് ധൈര്യപൂർവ്വം ചെയ്യാനും പറയാനും തോന്നും. പിന്നെ പ്രോബ്ലംസ് നമുക്കറിയാം, ഇന്ന പ്രോബ്ലംസ് വരും, ഇന്ന പറഞ്ഞാൽ ഇന്ന ചെയ്താൽ പ്രോബ്ലംസ് വരും. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് അല്ലേ, വരട്ടെ നോക്കാം എന്നാൽ മുന്നോട്ട് പോകും. ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം ഒന്നും വരില്ല. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകും. നമുക്ക് ഒരുപാട് പേര് എന്നോട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇത് ചെയ്തത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് അവർ വിശ്വസിക്കുന്നു. ഞാൻ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്തവർക്ക് മാത്രമേ ഗുരുമന്ത്രയിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗുരുമന്ത്രയിൽ ഓരോ പ്രോഡക്റ്റും റേക്കി ഹീൽ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഞാൻ കയറ്റിവിടുന്നത്, കൊറിയർ ചെയ്യുന്നത്. നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ ജോബ്, ചിലർക്ക് ജോബായിരിക്കും, ചിലർ പഠിക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഓരോ പ്രോഡക്റ്റും ഹീൽ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചുമ്മാ എനർജൈസിങ് അല്ല നമ്മൾ ചെയ്യുന്നത്, വെറുതെ എനർജൈസിങ് അല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ പേര് പറഞ്ഞ് ഇതുപോലെ എഴുതി വെച്ച് ഓരോരുത്തർക്കും വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് എഴുതി വെച്ചിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് അയച്ചു തരുന്നത്. റേക്കി ഹീൽ ചെയ്തിട്ടാണ് അയക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങൾ ധരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചറിയുന്ന ഒരുപാട് പേരുണ്ട്, അനുഭവിച്ചറിയാൻ കഴിയും. റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഗുരുമന്ത്രയിൽ നിന്ന് അയക്കുമ്പോൾ അത് കിട്ടേണ്ടവരുടെ കയ്യിലേ കിട്ടത്തുള്ളൂ. മേടിക്കാൻ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഈ പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ എഴുതി തരാം, എല്ലാത്തവർക്കും പറ്റില്ല. അത് പ്രോബ്ലം സോൾവ് ആവണം എന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗുരുമന്ത്രയിൽ കണക്റ്റ് ആകും, ഗുരുമന്ത്രയെ കോൺടാക്റ്റ് ചെയ്യും, ഗുരുമന്ത്രയിൽ നിന്ന് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അത് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നടക്കില്ല. പക്ഷേ യൂണിവേഴ്സ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഗുരുമന്ത്രയിലെ പ്രോഡക്റ്റ് ധരിച്ചിട്ട് അതിൻ്റെ പോസിറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയാം. എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഗുരുമന്ത്രയിലുള്ളതെന്ന് ചോദിച്ചാൽ മോതിരമുണ്ട്, മാലയുണ്ട്, പാദസരമുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇതെല്ലാം ഓരോ സെമി പ്രീഷ്യസ് സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റേക്കി ഹീൽ ചെയ്തിട്ട് ഒറിജിനൽ സ്റ്റോൺ ആണ് കേട്ടോ.
റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തുന്നത്. റേക്കി ഹീലിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, 100% ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ ഗുരുമന്ത്രയിൽ നിന്ന് മേടിക്കുന്ന ഓരോ ബ്രേസ്ലെറ്റിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് തരുകയാണ്. ഇതുപോലെ നിങ്ങൾ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നവരായിരിക്കും. ദൃശ്യദോഷങ്ങളുണ്ടാവും, കരികണ്ണുണ്ടാവാം. നമ്മൾ ഈ കലിയുഗത്തിൽ മനുഷ്യന്മാർ തന്നെയാണ് മനുഷ്യന്മാരുടെ ശത്രു. ചിലവർ കൂടോത്രം അല്ലെങ്കിൽ ദൃഷ്ടിദോഷങ്ങൾ എന്താ പറയുക, മറ്റൊരാളെ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ചെയ്തോട്ടെ, അവരെന്ത് വേണം ചെയ്തോട്ടെ, മറ്റുള്ളവരെ നന്നാക്കാനൊന്നും നമുക്ക് പറ്റില്ലെന്നേ. പക്ഷേ അവർ ചെയ്തത് എന്താണെങ്കിലും നമ്മളേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. അവർ നമ്മൾ നശിക്കാൻ വേണ്ടി ചെയ്താലും ചെയ്തോട്ടെ, പക്ഷേ നമ്മൾ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കാമല്ലോ. ആ ഒരു പ്രൊട്ടക്ഷനാണ് ഇത്. റേക്കിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഒരു മതത്തെയും റെപ്രസെൻ്റ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പലരും എന്നോട് വിളിച്ചിട്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യനാണ് എന്നൊക്കെ പറയും. പക്ഷേ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നുള്ളൊരു വേർതിരിവ് യൂണിവേഴ്സിനില്ല. യൂണിവേഴ്സിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ഈക്വലാണ്. ഞാൻ അവരോട് പറയാറുള്ളത്, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു, നിങ്ങളൊരു ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു എന്ന് കരുതിക്കൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും യൂണിവേഴ്സിൻ്റെ മക്കളാണ്. ഇത് ഒരു യൂണിവേഴ്സിൻ്റെ പവർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല, ഒരു പൂജയും ക്രിയയോ ഒന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ ഓരോരുത്തരോട് പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുസ്ലിംസ്, ഒരുപാട് ക്രിസ്ത്യൻസ് എല്ലാവരും എൻ്റെ നിന്ന് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മേടിച്ചിരിക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം എനിക്ക് അതിൽ. അങ്ങനെ മതത്തിൻ്റെ പേരിൽ ഇതിനെ വേർതിരിച്ച് ഒരിക്കലും കാണരുത്. ഇതൊരു യൂണിവേഴ്സിൻ്റെ പവറാണ്. റേക്കി ഹീലിംഗ് ആണ്. നിങ്ങൾ റേക്കി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്തിട്ടുള്ള എല്ലാവരും യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ ഗുരുമന്ത്രം ചെയ്യുന്നത്. നിങ്ങൾ നമ്മുടെ ഇന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സ്ലിപ്പായിട്ട് വെക്കില്ലേ, അത് നിങ്ങളുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് വിഷ് ബോക്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം പ്രെയർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് പേരുടെ എടുക്കും, പിന്നെ അവരുടെ യൂണിവേഴ്സിലേക്ക് തന്നെ നമ്മളത് കൊടുക്കും. അത് ചിലപ്പോൾ ഒഴുക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ എങ്കിൽ യൂണിവേഴ്സിലേക്ക് കൊടുത്തു കഴിയുമ്പോഴാണല്ലോ അത് ആഗ്രഹങ്ങൾ നിറവേറ്റി റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കുറച്ച് പേരുടെ എടുക്കും. അങ്ങനെ കുറച്ച് പേരുടെ എടുത്ത് ഇപ്പോൾ ഒരു 450 പേരിൽ മുകളിൽ ആയി ഞാനതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ എനിക്കൊരു 450-480ഓളം കസ്റ്റമറാണ് എൻ്റെ കയ്യിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഈ 16-ാം തീയതി വരെയുള്ള കണക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിനുശേഷം എടുത്തിട്ടില്ല. 16-ാം തീയതി വരെയുള്ള കണക്കെടുത്തിട്ട് 450 പേരാണ് എൻ്റെ നിന്നും ഓരോ പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നന്ദി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് പേര് അവരുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ദുവ ചെയ്യുമ്പോൾ മോളുടെ കുടുംബത്തിൻ്റെ പേര് ഞാൻ പറയാറുണ്ടെന്ന് പറയുന്നു. അവർ പറയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പറയാറുണ്ടെന്ന് എന്നോട് പറയുന്നു. പക്ഷെ ആ വാക്കുകളുണ്ടല്ലോ, അത് മതി എനിക്ക്. അതുപോലെ തന്നെ ഒരുപാട് ചേച്ചിമാർ, എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും എനിക്ക് ഈക്വലാണ്. പക്ഷെ എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ, അത് ആർക്കും അറിയില്ല, എനിക്കും എൻ്റെ യൂണിവേഴ്സിന് മാത്രമേ അറിയത്തുള്ളൂ അതാരാണ് ഈ ഫസ്റ്റ് കസ്റ്റമർ എന്നുള്ളത്. ആ ഫസ്റ്റ് കസ്റ്റമർ എൻ്റെ അടുത്തുനിന്ന് റിപ്പീറ്റ്ലി ഓർഡർ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇപ്പോഴും മേടിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് അറിയില്ല ആളെൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ആണെന്നുള്ളത്. അതിൻ്റെ ഏറ്റവും സന്തോഷം വെച്ചാൽ ആ ആൾ തന്നെയാണ് എനിക്ക് ഫസ്റ്റ് റിവ്യൂ തന്നത്. മോളെ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇതാണെന്നുള്ളത് ഫസ്റ്റ് റിവ്യൂ തന്നത് ആൾ. അതൊക്കെ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് കസ്റ്റമർ തന്നെ റിപ്പീറ്റ്ലി ഫസ്റ്റ് ഓർഡർ തരുന്നു, റിപ്പീറ്റ്ലി നമുക്ക് ഫസ്റ്റ് റിവ്യൂ തരുന്നു എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് അല്ലേ. അപ്പോൾ എനിക്ക് അതൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ടൊരു അത്ഭുതം. ഡേ ബൈ ഡേ എൻ്റെ ലൈഫിൽ ഞാൻ മിറാക്കിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ യൂണിവേഴ്സിനെ അത്രത്തോളം വിശ്വസിക്കല്ല, ഞാൻ ഇഷ്ടപ്പെടുകയാണ്. എനിക്ക് യൂണിവേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ബ്ലെസ്സിങ് എനിക്ക് എൻ്റെ യൂണിവേഴ്സ് ഡേ ബൈ ഡേ തന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും അത്ഭുതം എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കില്ല പറഞ്ഞാൽ അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ സ്വന്തം ആൾക്കാർ വരെ എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഭഗവാനോട് അടുത്ത് നിൽക്കുന്നവർ വരെ, അല്ലെങ്കിൽ ആറ്റുകാലമ്മയുടെ അടുത്ത് നിൽക്കുന്നവർ വരെ നമ്മളെ കണക്ട് ചെയ്യുന്നു. അതൊക്കെ എന്താ അത്ഭുതമാണ്. അതൊക്കെ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയുടെ ഫലം, റേക്കിയുടെ ഫലം ഒക്കെ, എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അതൊക്കെ തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ബാക്കിൽ വെക്കാം.
ഒരുപാട് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള സ്റ്റോൺസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരിക. അപ്പോൾ എന്താണ് നിങ്ങളുടെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള തരാം. ഇപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫിംഗ് ആയിട്ടുള്ള 2 പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ എല്ലാ ദിവസം വെക്കുന്ന പോലെ തന്നെ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഗുരുമന്ത്രയിലേക്ക് കോൺടാക്ട് ചെയ്യുക. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറട്ടെ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സ് നമ്മളെ അനുഗ്രഹിക്കും. മിറാക്കിളിന് വേണ്ടിയിട്ട് ലൈഫിൽ വെയിറ്റ് ചെയ്യുക. മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിരിക്കും. നിങ്ങൾ കണ്ടോ? ഞാൻ പറഞ്ഞ ആ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് പലരുടെയും കയ്യിൽ, പല ഹീലേഴ്സിൻ്റെയും കയ്യിൽ, പല സെലിബ്രിറ്റീസിൻ്റെയും കയ്യിൽ നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ബ്രേസ്ലെറ്റ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു മാലയായിട്ടായിരിക്കും ധരിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഉണ്ടല്ലോ സെലിബ്രിറ്റികൾ ചുമ്മാ കടയിൽ നിന്ന് വാങ്ങി ധരിച്ചതല്ല, അവർ ഹീൽ ചെയ്തിട്ടായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും റേക്കി ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. റേക്കി ഹീലിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കണമെന്ന് അറിയാം. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് വേണമെന്നുള്ളവർ നമ്മുടെ ഗുരുമന്ത്രയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും. വേണമെന്നുള്ളവർ റേക്കി ഹീൽ ചെയ്ത് തന്നെ ധരിക്കുക കേട്ടോ. ചുമ്മാ വാങ്ങിച്ച് ധരിക്കാതെ റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള സ്റ്റോൺസ് ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമെന്ന് പറഞ്ഞ് തന്നെ ഓരോ സ്റ്റോൺസും ഓരോ ബ്രേസ്ലെറ്റ് ചോദിച്ച് വാങ്ങിക്കാം. ഇതൊരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ഇത് 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ടൈഗർ, ബ്ലാക്ക് ഓപ്സിഡൈൻ, ഹെമറ്റൈറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സംരക്ഷണം നൽകുന്നു. ദൃഷ്ടിദോഷങ്ങൾ പോലുള്ള മറ്റ് ആഭിചാര കർമ്മങ്ങളൊക്കെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് ഈ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിലെ സ്റ്റോൺസിൻ്റെ എനർജി നമുക്ക് നൽകുന്നത്. ടൈഗർ ഐ ഉണ്ടല്ലോ, ഇതിലുള്ള ടൈഗർ ഐ ഉണ്ടല്ലോ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. ഹെമിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ മനസ്സിനെ ശക്തമാക്കുന്നു. ഫോക്കസ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി എല്ലാം നീക്കം ചെയ്യാനായിട്ട് ബ്ലാക്ക് ഒബ്സിഡിയനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പേടി, ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കും. ആത്മവിശ്വാസത്തോടു കൂടി എന്ത് കാര്യവും മുന്നോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. ദോഷകരമായ ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. ധൈര്യവും ശക്തിയും നൽകുന്നു. ജീവിതത്തിലെ ഏത് വലിയ വെല്ലുവിളിയാണെങ്കിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോൺസിനുണ്ട്. ധനം, ഭാഗ്യം, അതോടൊപ്പം തന്നെ വിജയങ്ങൾ നമ്മളെ ആകർഷിച്ച് എത്തുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അതിന് വിജയം ഉറപ്പാണ്. അങ്ങനെ സക്സസ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എനർജിയുള്ള ഒരു ബ്രേസ്ലെറ്റാണത്. ഇത് റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്രം എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള കരിങ്ങാലി ബ്രേസ്ലെറ്റും ഫ്രീ ആയിട്ട് ഗുരുമന്ത്രം നൽകുകയാണ്. ഗുരുമന്ത്രയിൽ നിന്നും നിങ്ങൾ ഏതൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എനർജൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് സൗജന്യമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് വേണം നമ്മൾ ധരിക്കാൻ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഓരോ എനർജിയുള്ള സ്റ്റോൺസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് വാങ്ങിക്കാം. ഇത് ട്രിപ്പിൾ പ്രൊട്ടക്ഷനാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ധരിക്കേണ്ട ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, നമ്പർ നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഒരു സ്റ്റോണും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഇത് അട്രാക്ഷനാണ്. ലവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരുടെ. അതിനാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതും റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ടുള്ള പല റിലേഷനും, അത് ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, നിങ്ങൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചേർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരോടും തുറന്നൊന്ന് പറയാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവും കേട്ടോ. അതിനുള്ള എനർജി ഈ സ്റ്റോൺസിനുണ്ട്. ഇത് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ആട്ടോ. സ്നേഹവും കരുണയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയത്തിലെ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. ഹൃദയചക്രമില്ലേ, നമ്മുടെ ഹാർട്ട് ചക്ര, അത് ബാലൻസ് ചെയ്യാനായിട്ടും മാനസികമായി തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്.
മനഃശാന്തി നൽകുന്നു, സമ്മർദ്ദം, ദുഃഖം, ആശങ്ക എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, അതായത് പ്രണയബന്ധം, കുടുംബ ബന്ധം, സൗഹൃദങ്ങൾ എന്നിവയ്ക്ക് മനസ്സിലാക്കി നമ്മളിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കുന്നു. സെൽഫ് ലവ് വർദ്ധിക്കുന്നു, അതായത് സ്വയം വിശ്വാസവും സ്നേഹവും ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു, പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നന്നായി ഇപ്പോൾ ഉറക്കമൊക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇത് പില്ലോയുടെ അടിയിൽ വെച്ച് കിടന്നാൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും. അങ്ങനെ നമ്മളെ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആക്കാനും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണാണിത്. ഈ ഒരു സ്റ്റോണിലെ എനർജി നമ്മുടെ എനർജിയെ അത്രത്തിൽ എത്തിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക, നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കും. അതൊക്കെ അതിനുള്ളൊരു പവർ ഈ നാച്ചുറൽ സ്റ്റോണിന് ഉണ്ട്. 100% വിശ്വസിച്ച് നിങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.